അടിപൊളി ഫോട്ടോ അല്ലേ? അയ്യോ പോയി പോയി. ഇതിൽ ഏതെങ്കിലും ഫോട്ടോക്ക് എന്തെങ്കിലും കുഴപ്പം തോന്നുന്നുണ്ടോ? അടിപൊളി ഫോട്ടോസ് അല്ലേ? സോ ഹലോ ഗൈസ്, എന്നാണ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം. അവസാനം ദയാ സുജിത്തിന്റെ ഒരു വിഷയത്തിലേക്ക് മഞ്ജു പിള്ള രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതായത് നമ്മുടെ മഞ്ജു പിള്ളയുടെ ഏക മകളായിട്ടുള്ള ദയാ സുജിത്തിന് നല്ല രീതിക്കുള്ള വിവാദങ്ങളായിരുന്നു ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് സോഷ്യൽ മീഡിയ മൊത്തവും നടന്നുകൊണ്ടിരുന്നത്. ആ ഒരു സമയത്ത് എല്ലാവരും ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, ഇത്രയും വിഷയങ്ങൾ ഉണ്ടായിട്ടും ഇതിനകത്തൊരു മഞ്ജു പിള്ള എന്തുകൊണ്ടൊരു ഒപ്പീനിയൻ പറയുന്നില്ല, അല്ലെങ്കിൽ ഇതിനകത്തൊരു ക്ലാരിറ്റി നൽകാൻ വേണ്ടി മഞ്ജു പിള്ള എന്തുകൊണ്ട് വരുന്നില്ലെന്ന്. അവസാനം ആ പരാതി എല്ലാം തീർന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അവസാനം മഞ്ജു പിള്ള ഈ വിഷയം ഞാൻ അറിഞ്ഞിട്ടുണ്ട് എന്ന രീതിയിലുള്ള ഒരു സംഭവം ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അതിലോട്ടൊക്കെ നമുക്ക് വരേണ്ടിയിരിക്കുന്നു. പിന്നെ കൂടാതെ നമുക്ക് ഇത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ ദയാ സുജിത്ത് ആണെങ്കിൽ യൂട്യൂബിൽ ഒരു വീഡിയോയും കൂടെ നേരത്തെ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോക്കകത്ത് ആരും ശ്രദ്ധിക്കാതെ പോയ ഒരു 2-3 പോയിന്റ്സ് ഉണ്ട്. ആ പോയിന്റ്സിലോട്ട് നമുക്ക് വരുന്നതിന് മുമ്പേ ഒരു ചേച്ചി ഈ ദയാ സുജിത്തിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഈ എല്ലാവരും കുറേ പേര് ഇട്ടിട്ടുണ്ട്. അതായത് നമ്മളെ പോലുള്ള റിയാക്ഷൻ ചാനലിൽ കുറേ ആളുകൾ ഇതേ സംഭവം തന്നെ പറഞ്ഞിട്ടിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും അതിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് ഒരു അമ്മയാണ് ആ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത്. എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് ഒരു ചേച്ചി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. എല്ലാവരും അട്രാക്ട് ചെയ്യുന്ന രീതിയിലാണ് ചേച്ചി സംസാരിച്ചിട്ടുള്ളതായാലും അതിനകത്ത് കുറച്ച് പോയിന്റ്സ് ആയാലും നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ. ഈ ഫോട്ടോ കണ്ടിട്ട് ഇതിലൊന്നും എന്തെങ്കിലും കുഴപ്പം തോന്നുന്നുണ്ടോ? സൂപ്പർ അല്ലേ? അടിപൊളി ഫോട്ടോ അല്ലേ? അയ്യോ പോയി പോയി. ഇതിൽ ഏതെങ്കിലും ഫോട്ടോക്ക് എന്തെങ്കിലും കുഴപ്പം തോന്നുന്നുണ്ടോ? അടിപൊളി ഫോട്ടോസ് അല്ലേ? നിങ്ങൾക്ക് നല്ല ഇഷ്ടമല്ലേ ഇവരെ? വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട്. ഇതിൽ കൂടെ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? അതായത് നമ്മളെപ്പോലുള്ള റിയാക്ഷൻ ചാനലൊക്കെ ഈ ഒരു സംഭവം റിയാക്ട് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള രീതി ഓക്കെ, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒപ്പീനിയൻസ് ഉണ്ട്. അത് പങ്കുവെക്കാൻ വേണ്ടിയാണ് സോഷ്യൽ മീഡിയയിൽ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞൊരു സംഭവം കൊണ്ട് ഈ റിയാക്ഷൻ വീഡിയോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മുടെ ഒപ്പീനിയൻസ് എല്ലാം പങ്കുവെക്കാം. പക്ഷെ നമ്മളത് അവതരിപ്പിക്കുന്ന രീതിയാണ് നമ്മൾ ശ്രദ്ധിച്ചിടേണ്ടത്. സോഷ്യൽ മീഡിയ ആണ്, അതുകൊണ്ട് തന്നെ നമ്മുടെ വായിൽ നിന്ന് എന്തെങ്കിലും ഒരു വാക്ക് പോയി കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ അത് കിടക്കുക തന്നെ ചെയ്യും. അപ്പോൾ ആ ഒരു സംഭവം നമ്മൾ പറഞ്ഞപ്പോൾ ഇതേ കൂട്ട് തന്നെ കുറേ ആളുകൾ ഈ സംഭവം തന്നെ റിയാക്ട് ചെയ്ത് വീഡിയോസും സംഭവങ്ങളും ഒക്കെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടാണ് ഈ ഒരു ചേച്ചി വീഡിയോ ഇട്ടിട്ടുള്ളത്. ആ ഒരു കുട്ടി, അതായത് ആ ചേച്ചിയുടെ മകനെ കൊണ്ടുവന്നിട്ട് ഈ ഫോട്ടോ ഒക്കെ കണ്ടിട്ട് നിനക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അതിനകത്ത് കുഴപ്പമൊന്നുമില്ലല്ലോ, മോഡൽ രീതിയിൽ ഇട്ടിട്ടുള്ളത് എന്ന രീതിയിലാണ് ആ ഒരു ചേച്ചി ചോദിക്കുന്നത്. അപ്പോൾ ആ ഒരു കൊച്ചിന് കൂടി പോയി കഴിഞ്ഞാൽ ഒരു 10 വയസ്സ് ആ ഒരു പ്രായം വരുത്തുള്ളൂ, കണ്ടിട്ട് അത്രയൊക്കെ തോന്നത്തുള്ളൂ. അപ്പോൾ ആ ഒരു കുട്ടി പറയുന്നതൊന്നുമില്ല, ഞാനാണെങ്കിൽ മഞ്ജു പിള്ള ചേച്ചിയുടെ വീഡിയോ സംഭവങ്ങളൊക്കെ കാണുന്ന ഈ ഒരു എന്ത് പറഞ്ഞ ഒരു ചിരി ബമ്പർ ചിരിയിൽ ആ പരിപാടിയിലൊക്കെ ഉള്ള വീഡിയോസ് സംഭവങ്ങളൊക്കെ കാണുന്ന ഒന്നുമില്ലെന്ന് ആ ഒരു കുട്ടി വരെ അവിടെ പറയുന്നത് കുഴപ്പമൊന്നുമില്ല, നമുക്കൊന്നും തോന്നുന്നില്ല, ഇതിനകത്ത് വിവാദങ്ങൾ സൃഷ്ടിക്കാൻ പറ്റിയ ഒറ്റ കാര്യങ്ങളും ഇല്ല എന്നാണ്. അപ്പോഴാണ് ഒരു ഭാഗം ആൾക്കാർ വന്നു കിടന്ന് ഇതിൽ വിമർശിക്കുന്നത്. അതായത് നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ 2 തരം ആൾക്കാരാണ് ഉള്ളത്. അതായത് ഇപ്പോൾ എന്ത് പറയുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് നടക്കുന്ന ഒരു യൂത്ത് അല്ലെങ്കിൽ ആ ഒരു തലമുറയുടെ 2K കിഡ്സിൻ്റെ ഒക്കെ ഇടയിൽ വന്നിട്ട് അവരുടെ ലൈഫിനോടൊക്കെ ചേർന്ന് അവരെ സപ്പോർട്ട് ചെയ്ത് പോകുന്ന ഒരു ഭാഗം ആൾക്കാരുമുണ്ട്. അതേക്കൂട്ട് തന്നെ അവർക്ക് എൻറ്റയർലി അവർ നല്ല രീതിക്കുള്ള വിവാദങ്ങൾ സൃഷ്ടിച്ച് നിങ്ങൾ ചെയ്യുന്ന ഒറ്റ കാര്യങ്ങളും ശരിയല്ലെന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാരുമുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് പെടുന്ന ആൾക്കാരാണ് ഈ റിയാക്ഷൻ വീഡിയോ സംഭവങ്ങളും ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ഒപ്പീനിയൻസ് പറയാൻ വേണ്ടി നമുക്ക് അവകാശമുണ്ട്. പക്ഷെ ആ ഒപ്പീനിയൻസ് പറയുന്ന രീതി എല്ലാവരും ശ്രദ്ധിച്ച് മാത്രമേ സോഷ്യൽ മീഡിയയിൽ ഇടാവൂ. ഇനിയിപ്പോൾ മഞ്ജു പിള്ള രംഗത്ത് വന്നിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം, ഈ ദയാ സുജിത്ത് എന്ന് പറഞ്ഞ ചേച്ചിയുടെ ഈ ഒരു വിഷയം സോഷ്യൽ മീഡിയയിലോട്ട് വന്നതിന് ശേഷം മഞ്ജു പിള്ള ഒറ്റ കാര്യം പോലും വാദം പറഞ്ഞിട്ടില്ല. അതേകൂട്ട് തന്നെ തൻ്റെ സോഷ്യൽ മീഡിയ വഴിയും അഭിപ്രായങ്ങളും സംഭവങ്ങളും ഒന്നും ഈ മഞ്ജു പിള്ള പറഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ താഴെ 2 കമൻറ്റാണ് മെയിനായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ ചേച്ചി പിൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഒന്നാമത്തെ കമൻറ്റ് തന്നെ മഞ്ജു പിള്ള ചേച്ചിയുടെ ഒരു കമൻറ്റാണ്. രണ്ടാമത്തെ കമൻറ്റ് ദയാ സുജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു അക്കൗണ്ടിൽ നിന്ന് വന്നിട്ടുള്ള കമൻറ്റാണ്. അതായത് മഞ്ജു പിള്ള ഈ വിഷയം അറിഞ്ഞിട്ടില്ലയോ എന്ന് ചോദിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അതായത് സെലിബ്രേറ്റ് ചെയ്യാന്നല്ലോ ഈ ഒരു ഷോയും സംഭവങ്ങളും പ്രോഗ്രാമും ഒക്കെ, കാരണം ഫുൾ ടൈം ബിസി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കണ്ണിലങ്ങാണ്ട് പെടാതെ പോയതാണ്. അതായത് ദയാ സുജിത്ത് തന്നെ ആ ഒരു വീഡിയോയിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാനിതൊന്നും മൈൻഡ് പോലും ചെയ്തില്ല, എൻ്റെ കാലേ പറ്റുന്ന ചെരുപ്പി പറ്റുന്ന പൊടി പോലെ ഞാനിതൊക്കെ കാണുന്നുള്ളൂ എന്ന് ദയാ സുജിത്ത് തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ മഞ്ജു പിള്ള ഇതൊന്നും അറിഞ്ഞ് കാണത്തില്ല എന്ന് വിചാരിച്ചവർക്ക് മറുപടിയായിട്ടാണ് പിള്ള മഞ്ജു, അതായത് മഞ്ജു പിള്ള ചേച്ചി ഇതിനകത്ത് താഴെ കമൻറ്റ് അയച്ചിട്ടുള്ളത്. 3 ക്ലാപ്പ് അടിക്കുന്ന ഒരു ഇമോജിയാണ് കൊടുത്തിട്ടുള്ളത്. അതായത് എനിക്ക് ഈ വിഷയമൊക്കെ അറിയാം, നിങ്ങൾ പറയാൻ ഉദ്ദേശിച്ച സംഭവം തന്നെയാണ് ഞാനും പറയാൻ വെച്ചിരുന്നത്. അതായത് നമ്മൾ റിയാക്ഷൻ ചാനൽ എന്ന് പറയുന്ന ഈ ഒരു വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ പറയുമ്പോഴാണ് നിങ്ങളുമായിട്ട് യോജിക്കുന്നത്, നമ്മൾ തമ്മിൽ കണക്ട് ചെയ്യുന്നത്, ഈ ഒരു വ്യൂവറും ഞാനും തമ്മിൽ കണക്ട് ആവുന്നത്. അപ്പോൾ അത് കണക്ട് ആകുമ്പോൾ നിങ്ങൾ പറയാൻ ഉദ്ദേശിച്ചതാകുമ്പോഴാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതേ വിഷയം തന്നെയാണ് ഈ ഒരു കമൻറ്റിൽ വന്നിട്ടുള്ളത്. ഈ ഒരു മഞ്ജു പിള്ള ചേച്ചി ഇട്ടിട്ടുള്ള കമൻറ്റിന് ഏകദേശം ഒരു 33.4K ലൈക്ക് തന്നെ വന്നിട്ടുണ്ട്. അതായത് 33,000 പേര് ഈ ഒരു സംഭവം നോക്കിയിരിക്കുകയാണ്. തൊട്ട് താഴെ ദയാ സുജിത്ത് 30K
ലൈക്കാണ് ഈ ഒരു കമന്റിലും വന്നിട്ടുള്ളത്. രണ്ടും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും രണ്ടുപേരുടെയും ആരും എന്തോ പറയുന്നത് റിയാക്ഷൻ കാണാൻ വേണ്ടി ആളുകളെല്ലാം കാത്തിരിക്കുമായിരുന്നു എന്നാണ് നമുക്ക് ഈ ഒരു ഒറ്റ സംഭവത്തിൽ കൂടെ മനസ്സിലായത്. ഇനി കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ മഞ്ജു പിള്ള ചേച്ചി ആണെങ്കിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു മോളെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം ഇവരൊരു ഫ്രണ്ട്സിനെ പോലെയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മകളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ ചേച്ചിക്കും കൊള്ളും, അതേക്കൂട്ട് തന്നെ ചേച്ചിയെ കുറ്റിയെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ മകൾക്കും കൊള്ളും, അതേ രീതി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ ഇന്റർവ്യൂവിൽ നമ്മുടെ മഞ്ജു പിള്ള ചേച്ചി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നിങ്ങളൊന്ന് കേട്ട് നോക്കണം. നിങ്ങൾ എന്നെ പറഞ്ഞു എൻ്റെ കൊച്ചിനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാത്തിനും പോയിട്ടുണ്ട്. മഞ്ജു പിള്ളയുടെ അത്ര സൗന്ദര്യമൊന്നും എനിക്കില്ല, അതുകൊണ്ട് നിങ്ങളിക്കുണ്ടാവുന്നത് ആ പറയുന്നത് അവളെക്കാട്ടിൽ ഹേർട്ട് ചെയ്യുക എന്നെയല്ലേ. കൈ കിട്ടി അവരെ തല്ലി ഞാൻ കാലിടി. ഈ വിവരമില്ലാത്ത കുറേയും ഈ മഞ്ഞക്കാരിപ്പുണ്ട്, വല്ലവന്റെ ലൈഫ് വിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. എന്നാൽ അവര് പറയുന്ന ഒരു കമന്റിന് വേണ്ടി എന്റെ ജീവിതം കുറയ്ക്കാൻ ഞാനില്ല. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മഞ്ജുപിള്ള ചേച്ചി ഈ ഒരു ഇന്റർവ്യൂ വഴി പറഞ്ഞിട്ടുള്ളത്. മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് ആണ് വെച്ചിട്ടുള്ളത്. അതിനകത്ത് ചേച്ചി പറഞ്ഞ എന്റെ മകളെ പറ്റി നിരവധി ആളുകൾ കമന്റ് അയക്കുന്നുണ്ട്. അതേ കൂട്ട് തന്നെ ഞാനാണ് സുന്ദരി, എന്റെ മകളെ കാണാൻ കൊള്ളത്തില്ല, അത് കണ്ട് നീ നെകളിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് കമന്റ് അയക്കുന്നവരെയാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് മഞ്ജുപിള്ള ചേച്ചി പറയുന്നത്. അതായത് ഒരു അമ്മ ഇരിക്കുമ്പോൾ അമ്മയെ പുകഴ്ത്തിയാലും മകളെ താഴ്ത്തി പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഏതൊരു അമ്മയ്ക്കും കൊള്ളും. അത് തന്നെയാണ് ഇവിടെ മഞ്ജുപിള്ള ചേച്ചി കാണിച്ചു തരുന്നത്. പ്രത്യേകിച്ച് ഇവരുടെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനേക്കാളും കൂടുതലായിട്ട് അമ്മയാണ് ഈ ചേച്ചിക്ക് സ്നേഹമൊക്കെ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഫ്രണ്ട്സിനെ പോലെ ഇവർ നടക്കുന്നത്. അത് എല്ലാ അമ്മമാരും മക്കളെ അടിച്ചു പേടിപ്പിച്ച് അമ്മയെ കാണുമ്പോഴേ മക്കൾ പേടിക്കണം ആ ഒരു രീതി നിൽക്കുന്ന രീതിയിൽ നിന്ന് നല്ല വ്യത്യാസപ്പെട്ട് തന്നെയാണ് മഞ്ജു പിള്ളയും ദയാ സുജിത്തും നടക്കുന്നത്. അത് തന്നെയാണ് കൂടുതൽ ആൾക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. അമ്മ നിൽക്കേണ്ട രീതിയിലല്ല മഞ്ജു പിള്ള നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മക്കളെ സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തണം എന്നാണ് ഒരു ഭാഗം ആൾക്കാർ പറയുന്നത്. അപ്പോൾ ഇവരാണെങ്കിൽ ഫ്രണ്ട്സിനെ പോലെ നടക്കുന്നത് അവരുടെ ചോയ്സാണ്, അവരുടെ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളാണ്. പേഴ്സണൽ ലൈഫിൽ കയറി ഒരിക്കലും ചോദ്യം ചെയ്യാൻ നമ്മൾ ആരും അർഹരല്ല. ഇതേ ചേച്ചി അതായത് മഞ്ജു പിള്ളയുടെ മകളായിട്ടുള്ള ദയാ സുജിത്ത്, ഈ ചേച്ചി തന്നെ ഒരു നൈറ്റി ഒക്കെ ഇട്ടുകൊണ്ട് വെളിയിൽ പുറത്തോട്ട് ഓട്ടോയൊക്കെ വിളിച്ച് പോയിട്ട് അവിടെ എന്തോ പറയുന്നത് പബ്ലിക് റിയാക്ഷന് സംഭവങ്ങളൊക്കെ എടുക്കുന്ന വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, പബ്ലിക്കിലോട്ട് പോയിട്ട് അവർക്ക് എന്തോ പറയുന്നത് ഒരു ഭാഗം ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ഇതൊന്നും താല്പര്യമില്ല, ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളോട് താല്പര്യമില്ലാത്ത ഒരു ഭാഗം ആൾക്കാരുണ്ട്. അപ്പോൾ അവരിലോട്ട് ഇറങ്ങി ചെന്ന് അവരിലോട്ട് നെഗറ്റീവ് മെസ്സേജസ് കൊടുക്കുന്നതിനോട് നമുക്ക് യോജിപ്പില്ല. എങ്കിൽ പോലും അവരുടെയൊക്കെ സ്വന്തമായിട്ടുള്ള ഡ്രസ്സിംഗ് സെൻസ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം മറ്റുള്ളവർക്ക് ഇതൊരു ബുദ്ധിമുട്ടായി മാറരുത്. ഇനിയിപ്പോൾ ഈ ചേച്ചി ദയാ സുജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ചേച്ചി തന്റെ യൂട്യൂബ് ചാനലിൽ കുറച്ച് പോയിന്റ്സ് മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് പറഞ്ഞു വെക്കുന്നുണ്ട്. കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കാത്തതാണ്. ഇത് നിങ്ങളൊന്ന് കേട്ട് നോക്ക്. Even my family friends who called to check up on me, ഞാനിവിടെ എൻ്റെ ആക്ടേഴ്സ് ട്രൂത്തിൽ ഞാനൊരു പ്ലേൻ്റെ ഭാഗമായി സ്ക്രിപ്റ്റൊക്കെ അടിപൊളി ഭയങ്കര ഇതായിട്ടിരിക്കുമ്പോഴാണ് ഇത് വരുന്നത്. ഐ എം ഗോണ സ്റ്റിൽ കണ്ടിന്യൂ വിത്ത് ദാറ്റ്. ഐ എം നോട്ട് ഗോണ ലെറ്റ് ഇറ്റ് എഫക്ട് മീ. അപ്പോൾ ചിലർ ഇതൊന്ന് ചോദിക്കുമായിരിക്കും, ഇത് ഇത്ര എനർജി നിങ്ങൾ കളയണ്ടെങ്കിൽ എന്തിനോടൊന്ന് സംസാരിക്കുന്നത്. എൻ്റെ വ്ളോഗാണ്, എൻ്റെ വീഡിയോ ആണ്, ഞാൻ പറയാനുള്ള പറയും. എനിക്ക് അതിൻ്റെതായ നിയമത്തിൻ്റെ എനിക്ക് എന്തുവാ ഉണ്ട്. ഏത് ഇറ്റ്സ് ഓൾ ഫൺ ആൻഡ് ഗെയിംസ് ഗൈസ്, ഇറ്റ്സ് ഓൾ ഫൺ ആൻഡ് ഗെയിംസ് until someone's life is getting affected. Mine was not getting affected. I was angry, I was so pissed off, but I did not let it affect my life. പക്ഷെ ഞാൻ പറഞ്ഞതിന് ഫ്രീ ആണ്. അതായത് ഈ ഒരു ചേച്ചി ഈ വീഡിയോ വഴി പറയുന്നത് ഞാൻ നല്ല രീതിക്ക് ദേഷ്യപ്പെടും, എനിക്കാണെങ്കിൽ ഇതേ കുട്ടൊക്കെ കാണുമ്പോൾ ഞാൻ അന്നേരം പൊട്ടിത്തെറിക്കേണ്ടതാണ്, പക്ഷേ ഈ സംഭവങ്ങളൊന്നും എൻ്റെ രോമത്തിൽ പോലും തട്ടിയിട്ടില്ല എന്നൊരു രീതിയിൽ തന്നെയാണ് പച്ച മലയാളത്തിൽ പറഞ്ഞ ഈ ഒരു രീതിയിൽ തന്നെയാണ് ദയാ സുജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേച്ചി ഇവിടെ പറയുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ തന്നെ വീഡിയോയിൽ പറഞ്ഞു കുഴഞ്ഞു. അതായത് രണ്ട് തരം ആൾക്കാരുണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട്. നമ്മൾ നല്ലത് ചെയ്താൽ പോലും അതിനകത്തും വന്നു കിടന്ന് എന്തെങ്കിലും ഒരു 10 നല്ല കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അത് കാണത്തില്ല, പക്ഷെ ഒരു ചീത്ത കാര്യം കണ്ടു കഴിഞ്ഞാൽ അതിൽ കയറി പിടിക്കുന്ന കുറേ ആളുകളുണ്ട്. എന്നിട്ട് അത് പറഞ്ഞ് നെഗറ്റീവ് കമൻറ്റ്സ് അയക്കുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ അവിടെ വന്നിട്ട് എന്തെങ്കിലും ഒരു മോശമായിട്ടുള്ള കാര്യം നമ്മുടെ കയ്യിൽ നിന്ന് വീണ് പോയി കഴിഞ്ഞാൽ പിന്നെ നെഗറ്റീവിന്റെ ചാകരയായിരിക്കും ചാകര. അതേ ഒരു സംഭവം തന്നെയാണ് ദയാ സുജിത്ത് എന്ന് പറഞ്ഞ ഈ ഒരു ചേച്ചിക്ക് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. പക്ഷെ ചേച്ചി അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി കുറച്ച് കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട്, നിങ്ങളൊന്ന് കേട്ട് നോക്ക്. ഇട്ട് കൊടുക്കുക അപ്പോൾ പൊട്ടിയങ്ങ് അതുപോലെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഐ വാസ് ലൈക്ക് ഡോണ്ട് റിയാക്ട്, ഇറ്റ്സ് ഫൈൻ. ഇതുപോലെ വന്നിട്ടില്ല, പക്ഷെ somewhat very similar. Calm down, let's take a chill pill, continue with my life. ഓൾറെഡി ഡൗൺ ആണ്. അപ്പോൾ എനിക്ക് ഇത് ആക്ച്വലി ഇത് ഇറങ്ങിയപ്പോൾ ഫുള്ള് കാണാത്തത് കൊണ്ടും എനിക്ക് പ്രത്യേകിച്ച് ഇതിന് വില ഉണ്ടായിരുന്നു. സത്യം പറയാമല്ലോ, കാലിൻ്റെ അടിയിലെ പൊടിയുടെ വില എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ സത്യമായിട്ടും. പക്ഷേ then I later came to know that this was affecting, I mean yes, it was affecting എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ പേരുണ്ടായിരുന്നു. but they were also busy with their life. They were like it's fine, you know, നമുക്ക് ഇഗ്നോർ അടിക്കാം. Because I don't want to waste my energy on someone like this. I would use my energy to keep these flowers alive. This makes more sense. ഞാൻ പറഞ്ഞ മനസ്സിലായോ? I don't want to
put my energy on that. അതായത് ചേച്ചി പറയുന്നത് ഞാൻ ഈ ചെടിയെ നോക്കി വളർത്തി കഴിഞ്ഞാൽ അതിന് മനസ്സിലാവും, പക്ഷെ ഇതേ കൂട്ടുള്ള കുറേ എണ്ണം നമ്മളെ നെഗറ്റീവ് അടിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അതുകൊണ്ട് തന്നെ എൻ്റെ എനർജി ചുമ്മാ വേസ്റ്റ് ചെയ്ത് കളയാൻ വേണ്ടി ഞാൻ ഇതൊക്കെ കേട്ടോളാം, എൻ്റെ എന്ത് പറയുന്നത് ചെരുപ്പിൽ പറ്റുന്ന പൊടി പോലെയേ ഉള്ളൂ ഇവരൊക്കെ പറയുന്നത് എന്നാണ് ചേച്ചി പറയുന്നത്. ഓക്കെ അവരുടെയൊക്കെ ഒപ്പീനിയൻസ് ആണ്. അതായത് ചേച്ചിയുടെ യൂട്യൂബ് ചാനലാണ് ചേച്ചി ഒരു സംഭവം പറഞ്ഞിട്ടുള്ളത്. അത് കൂടാതെ മെയിനായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ചേച്ചി പറഞ്ഞ ഒരു പോയിന്റ് എന്നെ പറയുന്നതൊന്നും എനിക്ക് കൊണ്ടിട്ടേ ഇല്ല, പക്ഷെ അതിനകത്ത് എൻ്റെ അച്ഛനെയും അമ്മയും കുറിച്ച് അവർ പറയുന്നുണ്ട്. അതാണ് എനിക്ക് മോശമായിട്ട് തോന്നിയിട്ടുള്ളതെന്ന്. ഓക്കെ, നമ്മുടെ പേഴ്സണൽ ലൈഫിൽ കയറി നമ്മുടെ പേരൻസിനെ പറയുന്നത് ആർക്കായാലും കൊള്ളും. അത് തന്നെയാണ് ചേച്ചി ഈ ഒരു വീഡിയോ കൂടെ വന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ആണെങ്കിൽ, അതായത് നമ്മളെ എന്തെങ്കിലും നെഗറ്റീവ് പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയുക തന്നെ വേണം. പക്ഷെ അത് ഓവറായി കഴിഞ്ഞാൽ അത് അവരുടെ പേഴ്സണൽ ലൈഫിൽ കയറി അറ്റാക്ക് ചെയ്യുകയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇനി മെയിനായിട്ട് ചേച്ചി ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതും കൂടെ നിങ്ങളൊന്ന് കേട്ട് നോക്ക്. Stop vlogs. I will not stop posting on Instagram. I will not stop. Don't worry about it. But thank you so much for ഇത് വന്നിട്ടാണ് എത്ര സ്നേഹം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ആൾക്കാർ എത്ര സ്നേഹം എനിക്ക് തരുന്നത്. ഐ ടുക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് ഗൈസ്. ശരിക്കും ഞാൻ വിചാരിച്ചു എനിക്ക് അധികം ഫാൻസ് ഒന്നും ഉണ്ടാവില്ല. എൻ്റെ കോമാളിത്തരം കാണാൻ വേണ്ടി പിക്ചേഴ്സ് ആൾക്കാർ ഫോളോ ചെയ്യുന്നതാണ്. ബട്ട് നോ, ഹൗ മെനി പീപ്പിൾ ആക്ച്വലി ഡു കെയർ അബൌട്ട് മീ ആൻഡ് ലവ് മീ. ഇറ്റ് ഈസ് ഐ എം സ്പീച്ച്ലെസ്. താങ്ക് യു സോ മച്ച്. ഞാൻ അത് ആലോചിച്ച് ചിന്തിക്കുക. ആ കാര്യത്തിൽ ഐ എം ഒപ്റ്റിമിസ്റ്റിക്. അത് ആലോചിച്ച് ചിന്തിക്കുക. ഐ എം ലൈക്ക് വാവ്, ഇത്രയും സ്നേഹം ഐ എം ഗെറ്റിംഗ് ഫ്രം പീപ്പിൾ. ഇറ്റ്സ് ഒരു കൊച്ചുകുഞ്ഞ് എനിക്ക് വോയിസ് മെസ്സേജ് അയച്ചു, അത് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു. ചേച്ചി ഇനിയും പോസ്റ്റ് ചെയ്യണം കേട്ടോ ചേച്ചി, കാരണം ഞാൻ മേക്കപ്പ് ചെയ്യാൻ പഠിച്ചു ചേച്ചി, എനിക്ക് ഇനിയും മേക്കപ്പ് പഠിപ്പിച്ചാൽ. ഞാൻ ഇതൊക്കെ ആഗ്രഹിക്കുന്നുള്ളൂ, ടു ഇൻസ്പയർ പീപ്പിൾ ടു ബി ദംസെൽഫ്. പിന്നെ അത്രയൊക്കെ ഉള്ളൂ. അതായത് ചേച്ചിയെ കണ്ട് ഇൻസ്പയർ ആയ കുറെ കുട്ടികളുണ്ട് എന്നാണ് ചേച്ചി പറയുന്നത്. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരു 10 പേരും കുറ്റം പറയാൻ വേണ്ടി 100 പേരും ഉണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന 10 പേരെ മാത്രം നോക്കി വീഡിയോ ഇട്ട് കൊടുത്താൽ മതി. പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ആൾക്കാരാകുമ്പോൾ ഉറപ്പായിട്ട് എന്ത് കാണിച്ചു കഴിഞ്ഞാലും നെഗറ്റീവ് കമൻറ്റ്സ് വരിക തന്നെ ചെയ്യും. അപ്പോൾ അതിനെയൊക്കെ ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ അവരാണ് യഥാർത്ഥ ഹീറോ എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയയുടെ കാര്യമാണ് പറയുന്നത്. ഇതിൽ ഇത്രത്തോളമൊക്കെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു ചേച്ചിയാണ് ഈ ചേച്ചി. പക്ഷേ ചേച്ചിക്കെതിരെ ഇത്രയും സൈബർ അറ്റാക്ക് ഈ ഒരാഴ്ച കൊണ്ടുവരുന്നത് നമ്മൾ എല്ലാവരും കണ്ടുകൊണ്ട് തന്നെ ഇരിക്കുന്നതാണ്. പക്ഷേ ചേച്ചി പറഞ്ഞിട്ടുള്ള ഒരേ ഒരു കാര്യം, ഇതൊക്കെ വന്നു കഴിഞ്ഞാലും ഞാൻ ഇനിയും യൂട്യൂബിലായാലും വ്ലോഗ് ചെയ്യും, ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ ഞാൻ ഇനിയും പോസ്റ്റ് ഇട്ടുകൊണ്ട് തന്നെ ഇരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഞാനിത് നിർത്താൻ പോകുന്നില്ല എന്ന് ദയാ സുജിത്ത് കറക്റ്റായിട്ട് തന്നെ പറയുന്നുണ്ട്. അത് തന്നെയാണ് വേണ്ടത്. സോഷ്യൽ മീഡിയയിൽ ആരൊക്കെ നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് നാളത്തേക്ക് മാത്രമേ കാണത്തുള്ളൂ. പക്ഷേ നമ്മൾ ഇതേ തന്നെ വീഡിയോ ഇട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ സക്സസ് ആവത്തുള്ളൂ, അത്രേ പറയാനുള്ളൂ. ഈ സംഭവങ്ങളൊന്ന് പ്രതികരിക്കണമെന്ന് പറഞ്ഞ് കുറേ ആളുകൾ എനിക്ക് ഡയറക്റ്റായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ ഈ ഒരു വ്ലോഗ് സംഭവങ്ങളും ഒക്കെ എനിക്ക് അയച്ചും തന്നിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നതാണല്ലോ നിങ്ങൾ എനിക്ക് അയച്ചു തന്നിട്ട് റിയാക്ട് ചെയ്യാൻ പറഞ്ഞത്. അതുകൊണ്ട് മാത്രമാണ് റിയാക്ട് ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാതെ കണ്ടിട്ടുള്ളവർ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടിട്ടുള്ളവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഹൈപ്പ് ചെയ്തൊക്കെ അപ്പോഴത്തെ നല്ല ടോപ്പിക് ഇട്ടാണ്. കുറച്ച് ലെഫ്റ്റിലോട്ട് പോട്ടെ, കുറച്ച് റൈറ്റിലോട്ട് പോട്ടെ, സ്ട്രേറ്റ് ഭാഗം നല്ലൊരു ടോപ്പിക് ഇട്ടാണ്. എല്ലാവർക്കും ബൈ.